തവളിലാണ് പിടിക്കുന്നത്. നമുക്ക് തന്നെ പരീക്ഷിച്ച് നോക്കാം. കിട്ടുകാക്കയ്ക്കത് സമ്മതമായി. നമ്മൾ രണ്ടുപേര് കഴിവുള്ള സഞ്ചി കാലിൽ തൂക്കി പറക്കണം. ഏറ്റവും ഉയർത്തി പറക്കുന്നതായിരിക്കും വിജയിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗോലുകാക്ക ദുഷ്ടവത്സല്ലവരും കൗശലക്കാരുമായിരുന്നു. അവൻ സ്വന്തം സഞ്ചി പതിറ്റുകൾ നിറച്ചു. വിട്ടുവിട്ട സഞ്ചിയിലെ ഉപ്പ്. അങ്ങനെ പന്തയം തുടങ്ങി. ഗോലുകാക്ക വിട്ടൂടെ കാട്ടിൽ ഉയർത്തി പറന്നു. കാരണം എന്താ? ഗോലുവിന്റെ സഞ്ചിയിൽ പതിറ്റുണ്ടുകളാണല്ലോ. വിട്ടൂടെ സഞ്ചിക്കാതാണ് ഉപ്പ്. അതുകൊണ്ട് വിട്ടൂര് ഗോലുവിന്റെ കാട്ടിൽ ഉയർത്തി പറക്കാൻ സാധിച്ചില്ല. കാക്കകൾ പറന്നു തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ മഴ ചാറാൻ തുടങ്ങി. ഗോലുവിന്റെ സഞ്ചിക്കകത്തുണ്ടായ പതിറ്റുണ്ടുകളാണ് നനഞ്ഞു കുതിർന്നു. വിട്ടുവിന്റെ സഞ്ചിക്കകത്തുണ്ടായ ഉപ്പാണ് അലിഞ്ഞു പോയി. ഗോലുവിന്റെ സഞ്ചിയുടെ ഭാരം കൂടി. വിട്ടുവിന്റെ സഞ്ചിയുടെ ഭാരം കുറഞ്ഞു. അങ്ങനെ വിട്ടു ഉയർത്തി പറക്കുകയും പന്തയത്തിൽ വിജയിക്കുകയും ചെയ്തു. ദുഷ്ടനായ ഗോലുകാക്ക ഇതിൽ നിന്നൊരു പാഠം പഠിച്ചു. അപ്പൊ ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താ? മറ്റുള്ളവരെ ചതിച്ചോണ്ട് നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. സത്യമേ വിജയിക്കൂ.